യെസ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അടയ്ക്കുക. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ലോഡ് ഇറക്കിയിട്ട് ഞങ്ങളവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ നേരെ പെരുമ്പാവൂർ ഇങ്ങ് പോന്നു. നമുക്ക് കുറച്ച് 1-2 ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ലോഡ് എത്തില്ല. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ലോഡ് കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന്. വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിന്നെ നേരെ പെരുമ്പാവൂർ ഞങ്ങൾ ആദ്യം ലോഡ് എടുത്ത് അവിടെ തന്നെ നമുക്ക് ഓട്ടം വന്നു. ഇവിടുന്ന് ഇത്തവണ പോകുന്നത് നമ്മൾ എവിടെയായിരുന്നു, തിരുനെൽവേലിയിലോട്ടാണ് ഇന്നത്തെ നമുക്ക് ലോഡ് പോകുന്നത്. ഇതുവണ്ടി ഞങ്ങൾ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ലോറിയും കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ 10 വേല് ഭാരത് ബെൻസ് ഇതിപ്പം രാവിലെ ഇപ്പോൾ ലോഡായി. പിന്നെ ഇത് ഭാരത് ബെൻസ് 10 കിലോ. പക്ഷേ ഇതിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, മറ്റേ പണ്ട പറയത്തില്ല അല്ലയോ, മറ്റേ ലൈലാൻഡ് ഇതുപോലെ. ഇവിടെ ഇപ്പം ലോഡ് ഇവിടുത്തെ പെരുമ്പാവൂർ വണ്ടിയാണ് ഓടിക്കുന്നത്. ഈ റോഡുള്ള ഒരു ചേട്ടനാണ്, പുള്ളിയാണ്. ഇനിയിപ്പം ഈ വണ്ടിയുണ്ട്. ആ 22 പറഞ്ഞിട്ട് കളിപ്പിച്ച് ഓടി. ഇതിനകത്ത് 30 റൺ അടിച്ച് കയറ്റിയോ? എന്നിട്ട് ഈ വണ്ടിയല്ല, ചോളമാണ്. 2600 രൂപ വാടകയാണ് തമിഴ്നാട്ടിൽ. അവിടെ 30 ടൺ വെച്ച് ഓടിയിട്ടുണ്ടാ. ഇവിടുന്ന് പോവെങ്കിലേ വേറെ ഏതോ ലോഡ് എത്തി വിടും, പ്ലൈവുഡ് എത്തി വിടും. അത് ഇറക്കിയിട്ട് മൈസൂർ ഇറക്കിയിട്ട് ആസൻ പോയി അവിടെ നിന്ന് ചോളം എത്തി വരും. ചോളം എത്തി വരെങ്കിൽ 30 ടൺ വെച്ച് എത്തിയിട്ട് വന്നതാണ്. ഓവർലോഡ് ഓൾറെഡി ആ വഴിയാണ് പറഞ്ഞു, ബർഗൂർ വഴിയാണ് ഓവർലോഡ്. അത് മോളിക്ക് അറിയാൻ പാടില്ല. എന്താ ലോഡ് എത്തിയ മണി കണ്ടാ? ഏത്തിയല്ലേ? എവിടേക്ക് ഇരിക്കണ? തമിഴ്നാടിക്ക് അവിടെ ബർഗൂർ റോഡിൽ എത്തി. കർണാടക ബാർഡർ മുടിഞ്ഞിട്ട് കർണാടക എത്തി തമിഴ്നാട്. അതെ. എത്ര ടണ്ണോ? ഒരു 23-24 ലോറി അല്ലേ? 30 കയറി. ഒരു 22-23 വരും. അവിടെ വന്ന് തൂക്കായിട്ട് പറയാം കേട്ടോ. ശരി. ശരി. അവിടെ വന്ന് തൂക്കായിട്ടെങ്കിലും 30 ടണ്ണ്. ബാക്കിയുള്ള 6 ടണ്ണും 4 ടണ്ണും ഒക്കെ അവരുടെ ഇത് ഡ്രൈവർ കൊണ്ടുപോകും. അതിട്ടാ പഠിക്കാശ, അതിട്ടാ 15 പൈസയാണ്. 15 രൂപ ശമ്പളം അറിയില്ല. നമ്മൾക്ക് ഇതുവരെയ്ക്കും ശമ്പളം കിട്ടിയിട്ടില്ല. ഞാൻ വന്ന് 2.5 മാസം ഓടിയ ഇതുവരെയ്ക്കും ശമ്പളം കിട്ടിയിട്ടില്ല. ഈ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ വണ്ടി നേരത്തുള്ള ഡ്രൈവർമാർ ഈ വണ്ടി ഓടിച്ചിട്ട്, ഇത് 10 കിലോ വണ്ടിയാണ്. ഈ വണ്ടിയിൽ 30 ടണ്ണോളം ലോഡ് കയറ്റിയിട്ട് ഓണറിൻ്റെ അടുത്ത് പറയും 24 ടണ്ണേ കയറിയിട്ടുള്ളൂ എന്ന് പറയും. എന്നിട്ട് ബാക്കിയുള്ള 6 ടണ്ണിൻ്റെ റേറ്റ് അവർ എടുക്കും. അവർ പറയത്തില്ല. അവർ 24 ടണ്ണിൻ്റെ റേറ്റൊക്കെ പറയത്തുള്ളൂ. 20 ടൺ, 20, 22, 23 അത്രയൊക്കെ പറയത്തുള്ളൂ. ബാക്കിയൊക്കെ 6-7 ടണ്ണുമൊക്കെ അവർ കുറയ്ക്കും. അങ്ങനെ ചെയ്യുന്നെന്നാണ് പുള്ളി പറഞ്ഞത്. എല്ലാവരും അങ്ങനെ എടുക്കുന്നതെന്നൊക്കെ. മീൻസ് എല്ലാവരും അങ്ങനെ എല്ലാവരും ചെയ്യത്തില്ല. കുറച്ച് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരു ഇതാണ് പറഞ്ഞത്, കഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കയറ് കെട്ടി
ഇതിപ്പോൾ നമുക്കായാലും ഇവർ കെട്ടിത്തരും, കെട്ടുകൂലി കൊടുത്താൽ മതി, 300 400 അങ്ങനെ പലയിടത്തും പല റേറ്റാണ്. പിന്നെ ഇത് അഴിച്ച് നമ്മളിപ്പോൾ എവിടെ പോയി ലോഡ് ഇറക്കുന്ന അവിടെ ചെന്ന് അഴിച്ചിടാനാണ് പാട്. കയറടിക്കണം, ടാർപ്പ് മടക്കണം, കെട്ടണം, മടക്കി റോൾ ചെയ്ത് മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റിയിടണം. അതൊക്കെ ഇച്ചിരി പണിയുള്ള പണിയാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്തും ഇപ്പം പണി ഇത് കയറി ഒരു മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇതും റെഡിയാവും. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറാം. പിന്നെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ വേറൊരു സാധനമുണ്ട്. ടിങ് 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 ചങ് ചണാങ് വാക്കി ടോക്കി. ഇതൊരെണ്ണം അങ്ങ് തൂക്കി. കാരണം ഈ വണ്ടിക്ക് റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് സൈഡ് പറഞ്ഞു കൊടുക്കാനും നോക്കാനും ഒക്കെ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇതിനകത്തിപ്പം മറ്റേ കിയോ സൗണ്ടും കൂടെ വെച്ചതുകൊണ്ട് ബാക്കിൽ നിന്ന് എനിക്ക് ഞാൻ വായിട്ട് അലച്ചാൽ പോലും അവന് കേൾക്കത്തില്ല. അപ്പം മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ കൂടെ കോൾ ചെയ്ത് സംസാരിച്ചാലും ചില സമയത്ത് ചിലയിടത്ത് നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് കോളും പോകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇത് ഞങ്ങൾ അങ്ങ് തൂക്കി. ഇതാകുമ്പോഴത്തേക്ക് ഒന്നും അറിയണ്ട, അങ്ങ് സംസാരിച്ചോളാം, അവന് കേൾക്കുകയും ചെയ്യും. കാരണം ഇത് ഞങ്ങളിത് ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് സമയമായപ്പോഴത്തേക്ക് അത് വണ്ടി നാരോ ഇടിക്കുകയോ കളഞ്ഞു പോവുകയോ അങ്ങനെ എന്തോ സംഭവിച്ചു. അങ്ങനെയുള്ളതും ഇല്ല, പോയി, നഷ്ടപ്പെട്ടു പോയി. പകരം ഞങ്ങൾ വേറെ മേടിച്ചതാണ്. ഇതിന് 1800 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് 2000 രൂപ എങ്ങാണ്ട് റേറ്റ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ 1800 ഞങ്ങൾക്ക് ഇത് അവർ അയച്ചു തന്നത്. ഇനിയിപ്പോൾ എന്തോ റേറ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് കൂടുതലാണോ, 1800 കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് കിട്ടിയത് 1800. ഇനി ഇത് കൂടിപ്പോയി, റേറ്റ് കൂടുതലാണ്, ഇത്രയും വിലയൊന്നും ഇല്ല എന്നൊന്നും ആരും പറയരുത്. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പോൾ ആഹാ, എവിടെ ആയിരുന്നു? എത്ര ദിവസമായി കണ്ടിട്ട്? വീട്ടിലെ ഗ്യാസ്. ഓക്കെ. എടാ പിന്നെ എങ്ങനെ ഈസ്റ്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നേരെ ഇങ്ങി പോന്ന്. അവിടെ ലോഡ് ഇല്ലായിരുന്നു. അവിടെ ഒന്ന് ലോഡ് ഞങ്ങൾ നോക്കി, കുറേ നോക്കി, പക്ഷെ ഭയങ്കര താമസം ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പോന്നു. നാട്ടിൽ പോകണമായിരുന്നു. ഇങ്ങനെ പോകുന്നത്. തിരുനെല്വേലിക്ക് ഈ വണ്ടി 10 ഉള്ളൂ. അതിപ്പോ കിടക്കണ വെച്ച് മതി. പുള്ളി വേറെ ഒരു 4-5 ലോഡ് വരുമെന്ന് നമുക്ക് കേട്ടിടാം. കൺഫേം വൈകുന്നേരം പുള്ളി പോകുന്ന വണ്ടിക്കാരൻ പറഞ്ഞു പുള്ളിക്ക് തന്നെ ഒരു 4 ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ വേറെ ആരും പറയണ്ടല്ലോ, പുള്ളിക്ക് 4 ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരോട് ഭക്ഷണം കഴിച്ചോ? ഗ്യാസ് വന്ന് കുക്ക് ചെയ്ത് അതാ അങ്ങോട്ട് ഇറങ്ങി വരുക. ഓക്കെ. അത് നമ്മുടെ ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫാ. അപ്പം തുറന്നേ അതൊക്കെ എല്ലായിടത്തും ഉള്ളത് മാറ്റം അതൊക്കെ എന്തിനാ അതൊക്കെ കാണിക്കും. ഇത് എൻ്റെ യൂസർ മാനുവൽ, എങ്ങനെയൊക്കെയാണ് യൂസ്. ഇതൊക്കെ നമ്മൾ ഒരു വട്ടം നമ്മൾ മേടിച്ച് ട്രൈ ചെയ്തതാണ്. മാച്ച് നെക്സ്റ്റ്. ഇതാ ഒരു വള്ളി. ഇത് വള്ളി കെട്ടിത്തൂക്കാനുള്ള വള്ളി. ക്ലിപ്പ് അതാണ് ഇത്. ഈ ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, എല്ലാം കാണിച്ചു തരാം. എല്ലാം അറിയാവുന്നവരൊക്കെ ആയിരിക്കും. 2 എണ്ണത്തിന് 2 കമ്പ്. അതെ, ഇതൊക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വന്ന സാധനം. ഇതാണ് ഐറ്റം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതൊന്ന് സെറ്റ് ചെയ്തേ. പിന്നെ വേറെ ഇതിൻ്റെ ചാർജർ കാണിക്കേ. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇതിനകത്തോട്ട് സാധനം ഒന്ന് വെച്ച് തന്നു. വോളിയം കൂടുതലാണ് കേൾക്കുന്നത്. അടുത്ത് നമുക്ക് കമ്പ് ഇതിനകത്തൊരു ഒരു വെട്ടുണ്ട്, അതിനകത്തോട്ട് നടുത് കയറണം.
കണ്ടോ. ഉറപ്പാണോ ലൈറ്റ് കത്തും. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുന്നത് നാട്ടിത് ആ. ഈ സാധനം ഇങ്ങോട്ട് നമ്മുടെ ആ തിരികെ ഇത്തിരി ഒരു വോളി കേൾക്കണം. വോളിയം ഹൈ അത് ഓൺ ആക്കിയിട്ട് ഇത് ഫുള്ള് വോളിയം അഡ്ജസ്റ്റ് ആയത്. പിന്നെ എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഓരോ നമ്പേഴ്സ്. ഈ നമ്പർ അനുസരിച്ചിട്ടാണ്. ആ നമ്പർ ഈ നമ്പർ സെയിം ആണോ? യെസ്. ഹലോ ചെക്കിംഗ് കംപ്ലീറ്റഡ്. Yeah, checking got it completed. Oh, not the point. അടുത്തേക്കുന്നുണ്ടായിരിക്കും. യെസ്. അപ്പം സാധനം പൊളിയാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, സെറ്റ്. അപ്പം ഇത് ഞാൻ ഇതിനകത്ത് ഞെക്കി പിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഞെക്കി പിടിച്ചിട്ട് ഇതിനകത്ത് ഞാൻ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, റെഡ് കളർ. അപ്പോൾ നിനക്ക് അതിനകത്ത് ഏത് കളറാണ് കാണിക്കുന്നത്? ഞാൻ ഇതിനകത്ത് വോയിസ് ചെയ്യുമ്പോഴത്തേക്ക് പച്ച കാണിക്കല്ലേ? ഉണ്ട്. കണ്ടോ, അവനകത്തുനിന്ന് ആ പ്രസ് ചെയ്ത് നമുക്ക് കൈ വിടുമ്പോഴത്തേക്ക് ഇവിടെ ആ പച്ച മാറും. ആ പച്ച മാറി കഴിയുമ്പോഴേ നമ്മൾ, അല്ലാതെ അവനും ഞാനും ഒരേപോലെ ഞെക്കി കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് റെഡായി, രണ്ടുപേർക്കും കേൾക്കത്തില്ല. അപ്പം സാധനം കയ്യിലുണ്ട്, സാധനം സെറ്റായി. കാരണം ഇതിന് മുന്നേ നമ്മൾ സെയിം സാധനം തന്നെ നമ്മൾ മേടിച്ചല്ലേ, അത് കളഞ്ഞു പോയി. ആക്സിഡൻറ്റിൽ പോയി. അപ്പം ഇത് ഇനിയുള്ള യാത്രകളിൽ റിവേഴ്സിൽ, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒറ്റപ്പെട്ട ഏരിയകളിലൊക്കെ പോകുമ്പോൾ ഇത് വെച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ 2-3 നടത്തി ഞങ്ങൾ കമ്പനിയിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ സാധനം യൂസ് ചെയ്തപ്പോൾ അവർ വന്നിട്ട്, സെക്യൂരിറ്റികളൊക്കെ വന്നിട്ട് ഇത് തന്നെ സാധനം ഓക്കിട്ടാക്കിയാ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവമായിരുന്നു. കാരണം ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോഴൊക്കെ. പിന്നെ ഇതിൻ്റെ ഹാങ് ചെയ്യാനുള്ളതോ അവിടെ അങ്ങനെ പുറകിൽ അതാണ്ട് ഈ രണ്ട് സ്ക്രൂവിൽ ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജീൻസിൻ്റെയും പാൻസിൻ്റെയും ഒക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ തൂക്കിയിടാം. പിന്നെ ഈ വള്ളി ഇതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ വള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ വള്ളി ഇങ്ങനെ നടക്കും, ഇങ്ങനെ വള്ളി ഇരിക്കും. അപ്പോൾ അത്യാവശ്യം കൊണ്ട് വള്ളിക്കകത്ത് നമ്മൾ നേരത്തെ വള്ളി ഇട്ടതല്ലേ, മറ്റേ സാധനം ഇട്ടില്ല. യെസ്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ വേർത്തൊലിച്ചൊരു വരുവായി. ആ ഫാൻ ഇട്ടേ, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്, അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. യെസ്. തൊലി കാണാം തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ആഹാരം മാമ്പഴത്തിൻ ചേലാണ്, മനസ്സത്തിൻ പൂവാണ്, പിന്നെ വേണ്ട ഏത്തയ്ക്ക. ഇത് കഴിക്കാം. ഇത് അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്യും. അപ്പോൾ ഈ സാധനം അരിഞ്ഞ് ഞങ്ങൾ ഈ ബ്ലെൻഡറിനകത്ത് ഇട്ടങ്ങ് അടിച്ച് പാലും ചേർത്ത് വേറെന്തേ വേറെ മാത്രമേ ഉള്ളൂ. ബൂസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ. നൈസായിട്ട് മഴയൊക്കെ പെയ്ത് സമയം ഇപ്പോൾ 4:30 3 മണിക്ക് മഴ പെയ്തതാണ്. മഴ ഇപ്പോൾ കുറവുണ്ട്, പക്ഷെ എന്നാലും അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് മഴ തുടരാൻ ചാൻസ് ഇനിയും ഉള്ളതുപോലെ. ഇതിപ്പം ലോഡുമായിട്ട് വണ്ടി വന്നതാണ്. ഇതിപ്പോൾ അവിടെ കൊണ്ടിറക്കും. അപ്പോൾ നടിഞ്ഞത് ബാക്കിയും കൂടി ഇനി അവിടെ കയറാനുണ്ട്. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി വിടാം. ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ മൊത്തം ഇതായി. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് റെഡിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ അതിനകത്ത് നല്ല വെള്ളം ലീക്കാവും. ലോഡ് കയറി ഇറങ്ങുന്നതേ ഉള്ളൂ, കഴിയാറായി.
യെസ്. അപ്പോൾ അവിടുന്ന് ലോഡ് കയറ്റി 9 മണി കഴിഞ്ഞു ഇപ്പം ഇറങ്ങിയപ്പോഴത്തേക്ക്. അതാണ് വേ ബ്രിഡ്ജ് ഒന്ന് തൂക്കാനായിട്ട് കയറി. ഇനി ഇവിടുന്ന് മൂവാറ്റുപുഴയിലൊക്കെ മൊത്തം റോഡ് പണിയാണ്. എന്തോ അവസ്ഥയെന്ന് അള്ളാഹ് അറിയാം. ഞാൻ അതൊരു കറങ്ങി തിരിഞ്ഞ് പോകേണ്ട വരുമോ അറിഞ്ഞൂടാ. എന്താ അമ്പലത്തിൽ ഉത്സവമാണോ? ഉത്സവം നടക്കും. നമ്മുടെ പ്രാർത്ഥന കണ്ട എല്ലുകൊണ്ട് അടിക്കല്ലേ, ചെവിക്കല്ല് പോവും. പോട്ടെ 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 പോട്ടെ. ആ സൈഡ് ഓക്കെ അല്ലേ? റേഞ്ച് ബ്രേക്ക് ഓൺ ആക്കിക്കോന്നോ? ഇപ്പം ഈ ഇറങ്ങിയപ്പോൾ നീ ബ്രേക്ക് ഔട്ടിയായിരുന്നോ? എഞ്ചിൻ ബ്രേക്കിലല്ലേ വന്നേ? അവിടെ ഒരു മണി വാളുവോ? നീ ഇറക്കണ്ട. നീ അതെന്താ നോക്കിയിട്ട് ചെയ്താൽ മതി. നീ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. എടുക്കല്ലേ. വാ, ഓടിച്ചോ പതുക്കെ ഓടിച്ചോ, ലെഫ്റ്റ് ഓടിച്ചോ. എനിക്ക് പോയില്ല. കാറങ്ങ് പോട്ടെ. പോട്ടെ. വന്നേ സൈഡിലെത്തി. വാ ആ സൈഡ് കുറച്ച് എടുത്തു. വാ അങ്ങോട്ട് എടുത്തേ. നിക്ക് ഈ കാർ അങ്ങോട്ട്. വാ നിക്ക് അങ്ങോട്ട് എടുത്തു. വണ്ടി എടുക്കില്ല, അവിടെ നിൽക്കി. ആ ബാക്കിലെ വണ്ടി പറഞ്ഞു വിട്ടെ. അവിടേക്ക് ഇങ്ങോട്ടോ. ഈ റോഡ് തടിവണ്ടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതാ, പെട്ടു പോകുന്നത്. അവരൊരു ശകലം പോലും ഇറക്കത്തില്ല. കാരണം ഇതിനെക്കാട്ടി റിസ്ക് ആണേ. ഫസ്റ്റ് ഇട്ടോ. അവർക്ക് ഒട്ടും ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ഇച്ചിരി ഒന്ന് സൈഡ് ആയി കഴിഞ്ഞാൽ ലോഡും ഇതായി പോകും. നമ്മളെ പോലല്ല. പക്ഷെ എന്നാലും നമുക്ക് റിസ്ക് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? കുറേ വണ്ടി കാണുമായിരിക്കും അല്ലേ? ഇല്ല കാര്യമായി.
എടുത്തു. പോട്ടെ 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 പോട്ടെ. ഓക്കെ 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 പോട്ടെ പോട്ടെ. യെസ്